നമസ്കാരം. ഈ ദിവസം വാർത്തകൾ സമഗ്ര ചിത്രവുമായി ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ടുകൾ. പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. വിവേകാനന്ദ പാറയിൽ ധ്യാനം തുടങ്ങി. സുരക്ഷയൊരുക്കി 4000 പോലീസുകാർ. കോൺഗ്രസിന് പരാതി തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് കൊടിയിറങ്ങി. മറ്റന്നാൾ വിധിയെഴുതുക 57 മണ്ഡലങ്ങൾ. നരേന്ദ്രമോദിയെ വിമർശിച്ച് മൻമോഹൻ സിംഗ്. NDA തികഞ്ഞ ആത്മവിശ്വാസത്തിൽ. 9 കർത്തവ്യ പഥിൽ സത്യപ്രതിജ്ഞ നടത്താനൊരുക്കം. സംസ്ഥാനത്ത് കാലവർഷമെത്തി. ദുരിതമൊഴിയാതെ പലയിടത്തും വെള്ളക്കെട്ട്. കോഴിക്കോട് ബീച്ചിൽ 7 പേർക്ക് മിന്നലേറ്റു. ഉത്തരേന്ത്യ ചുട്ടുപൊള്ളുന്നു. ജമ്മു കശ്മീരിൽ ബസ് മറിഞ്ഞ 21 മരണം. സ്വർണ്ണക്കടത്തിൽ പിടിയിലായ ശശി തരൂരിന്റെ മുൻ PA വിട്ടയച്ചു. ശിവകുമാറിന്റെ അറസ്റ്റ് ഞെട്ടിച്ചെന്ന തരൂർ വിമർശിച്ച് രാജീവ് ചന്ദ്രശേഖർ. കണ്ണൂരിൽ സ്വർണം കടത്താൻ ശ്രമിച്ച എയർ ഹോസ്റ്റസ് പിടിയിൽ. ദുബായിലെ എക്സാലോജിക് വീണയുടെ കമ്പനിയല്ലെന്ന് തോമസ് ഐസക്കിനെ വെല്ലുവിളിച്ച ഷോൺ ജോർജ്. എക്സാലോജിക്കിന് അബുദാബി ബാങ്കിൽ അക്കൗണ്ടിലെന്ന് പറയാൻ കഴിയുമോ? ഷോൺ ജോർജിന്റെ ഉപഹർജി തീർപ്പാക്കി ഹൈക്കോടതി. SFIO അന്വേഷണത്തിന് ശേഷം പരാതിയുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം. UK മലയാളി പെൺകുട്ടിക്ക് വെടിയേറ്റത് കൊച്ചി സ്വദേശിനിക്ക്. അക്രമിയെത്തിയത് ബൈക്കിൽ. 10 വയസ്സുകാരുടെ നില ഗുരുതരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് വിശദമായി. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം പൂർത്തിയായ സാഹചര്യത്തിലാണ് മോദി ധ്യാനം തുടങ്ങിയത്. 4:45 പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിയ മോദി ഹെലികോപ്റ്ററിൽ 5 മണിയോടെ കന്യാകുമാരിയിലെത്തി. ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം പ്രത്യേക ബോട്ടിൽ മോദി വിവേകാനന്ദ പാറയിലേക്ക് പോവുകയായിരുന്നു. മറ്റന്നാൾ വരെ 45 മണിക്കൂർ വിവേകാനന്ദ പാറയിലെ ധ്യാന മണ്ഡപത്തിൽ ധ്യാനമിരിക്കും. പരസ്യപ്രചാരണം അവസാനിക്കുമ്പോഴുള്ള പ്രധാനമന്ത്രിയുടെ ധ്യാനം പരോക്ഷ പ്രചാരണമാണെന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന്റെ പരസ്യപ്രചരണം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലെത്തി കന്യാകുമാരിയിലെത്തിയത്. വൈകിട്ട് 4:30 കൂടി അദ്ദേഹം തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ എയർഫോഴ്സിന്റെ വായുസേനയുടെ പ്രത്യേക വിമാനത്തിൽ അവിടെ എത്തുന്നു. അവിടെ നിന്ന് ഹെലികോപ്റ്ററിലാണ് ഇവിടെ തമിഴ്നാട് ഹൗസിൽ അദ്ദേഹം ഹെലിപാഡിൽ അദ്ദേഹം ഇവിടെ ഇറങ്ങുന്നു. അതിനുശേഷം കന്യാകുമാരിയിലെ ഭഗവതി അമ്മൻ ക്ഷേത്ര ദർശനത്തിനും അവിടുത്തെ ആരാധനയ്ക്കും ശേഷം അദ്ദേഹം ഇവിടെ വിവേകാനന്ദ പാറയിലേക്ക് എത്തുകയായിരുന്നു. 6 മണിയോടുകൂടി അദ്ദേഹം വിവേകാനന്ദ പാറയിൽ എത്തി. അവിടെ അദ്ദേഹം പ്രവേശിച്ചു. ഇവിടുത്തെ പടവുകൾ കയറി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ വലിയ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഏറ്റെടുക്കുന്നത്. അവിടെ ആ സമയം മുതൽ അദ്ദേഹം ധ്യാനം ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 45 മണിക്കൂറിലേറെ നീളുന്ന ധ്യാനത്തിനായാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന്റെ നിശബ്ദ പ്രചരണം തീരുന്ന ദിവസം ഇവിടെ എത്തിയത്, കന്യാകുമാരിയിലെത്തിയത്. നാളെയും മറ്റന്നാൾ വൈകുന്നേരം വരെയും, അതായത് 2 രാവും 2 പകലും അദ്ദേഹം ഇവിടെ ഈ വിവേകാനന്ദ പാറയിൽ ഉണ്ടാകും. വിവേകാനന്ദ പാറയുടെ പ്രാധാന്യം ഇന്ത്യൻ ആത്മീയ ചരിത്രത്തിൽ മാത്രമല്ല നവോത്ഥാന ചരിത്രത്തിലും വളരെ പ്രധാനപ്പെട്ട പേരാണ് സ്വാമി വിവേകാനന്ദൻ്റേത്. അദ്ദേഹം ധ്യാനമിരുന്ന പാറ
പാറയാണ് പിന്നീട് വിവേകാനന്ദ പാറയായി മാറുന്നത്. അവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒരുപക്ഷെ നിരവധി ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ കന്യാകുമാരിയും അതുപോലെ വിവേകാനന്ദ പാറയും ഒക്കെ സന്ദർശിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രധാനമന്ത്രി മറ്റു പ്രധാനമന്ത്രിമാരൊന്നും ഇത്തരത്തിൽ സ്വാഭാവികമായും ധ്യാനത്തിന് ഇരുന്ന വാർത്തകളിൽ ഇടം നേടിയിട്ടില്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ ധ്യാനങ്ങൾ നേരത്തെയും വലിയ വാർത്താ പ്രാധാന്യവും വലിയ രാഷ്ട്രീയ പ്രാധാന്യവും നേടിയവയാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ നിശബ്ദ പ്രചരണ ദിവസത്തെ ധ്യാനത്തിനും വലിയ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയം കാണുന്നു. പൂർണ്ണമായും രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടിയുള്ള നീക്കമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. നിശബ്ദ പ്രചരണ ദിവസം മാധ്യമങ്ങളിലൂടെ മറ്റു സന്ദേശം നൽകാൻ BJPയും പ്രധാനമന്ത്രിയും ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ഒരു ധ്യാനമെന്ന് പ്രതിപക്ഷം കോൺഗ്രസ് ഇന്ത്യ മുന്നണി കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ആത്മീയതയെ അങ്ങേയറ്റം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വന്നിട്ടായിരുന്നു ഒരുപക്ഷെ ആത്മീയ രംഗത്തേക്ക് പോകുമെന്ന് പലതവണ പറഞ്ഞിട്ടുള്ള നരേന്ദ്രമോദിക്ക് ഈ തൻ്റെ വളരെ തിരക്ക് പിടിച്ച ജീവിതക്രമത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളിന് ശേഷം ലഭിക്കുന്ന വിശ്രമ സമയം അദ്ദേഹം ധ്യാനത്തിന് ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. അതിൽ രാഷ്ട്രീയം കടത്തുന്നതിനെയാണ് ചോദ്യം ചെയ്യേണ്ടതെന്ന് BJPയും NDA മുന്നണിയും അവകാശപ്പെടുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്, പ്രധാനപ്പെട്ട ഒരു ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിനാണ് വിവേകാനന്ദ പാറ കന്യാകുമാരി ഈ ത്രിവേണി സംഗമം സാക്ഷിയായിട്ടുള്ളത്. ഇന്ത്യയുടെ രാഷ്ട്രീയ മനസ്സ്, ഇന്ത്യയുടെ മാധ്യമ ലോകം മുഴുവൻ വളരെ ശ്രദ്ധയോടുകൂടി ഈ 40-ലേറെ മണിക്കൂറുകൾ വിവേകാനന്ദ പാറയും ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ഈ കന്യാകുമാരി മുനമ്പിനെയും ചുറ്റിപ്പറ്റിയിരിക്കും. ഇതിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ അതെന്തെന്ന് ജൂൺ 4-ന് അറിയാം. അത്രത്തോളം പ്രതിപക്ഷത്തെ ഇത് ആശങ്കപ്പെടുത്തുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അന്ന് ഉത്തരമാകും. ഏതായാലും നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി എനിക്ക് പുറകിൽ കാണുന്ന ഈ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനം തുടങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള മണിക്കൂറുകൾ അദ്ദേഹം ഇവിടെ ധ്യാനം ഇരിക്കും. ക്യാമറമാൻ ഷിജു ചവറക്കൊപ്പം VV അരുൺ, ന്യൂസ് 18 കന്യാകുമാരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അത് അവസാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വിധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജി, RJD നേതാവ് മിസ ഭാരതി തുടങ്ങിയവരാണ് അവസാന ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. അധികാരത്തിലെത്തിയാൽ 9-ാം തീയതി കർത്തവ്യപഥത്തിൽ സത്യപ്രതിജ്ഞ നടത്തുന്ന കാര്യം NDAയിൽ ആലോചിക്കുന്നുണ്ട്. കിരൺ ബാബു നൽകും വിവരങ്ങൾ. പ്രധാനമായും പഞ്ചാബിലെ 13 മണ്ഡലങ്ങളിലും ഹിമാചൽ പ്രദേശിലെ 4 മണ്ഡലങ്ങളിലും പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നത് ജൂൺ 1-നാണ്. അതോടൊപ്പം തന്നെ UPയിലെ അവസാന 13 മണ്ഡലങ്ങൾ, ബംഗാളിലെ 9 മണ്ഡലങ്ങൾ, ഒഡീഷയിലെ 6 മണ്ഡലങ്ങൾ, ജാർഖണ്ഡിലെ 3 മണ്ഡലങ്ങൾ, കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലെ 1 മണ്ഡലം. ചണ്ഡീഗഡിൽ പഞ്ചാബിൽ തൊട്ടതിർത്തി പങ്കിടുന്ന പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ് മത്സരിക്കുന്നതെങ്കിൽ ചണ്ഡീഗഡിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചാണ്. മനീഷ് തിവാരിയാണ് അവിടെ കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും സ്ഥാനാർത്ഥി. യോജിച്ചുള്ള മത്സരത്തിലേക്കാണ് നിൽക്കുന്നത്. എന്തായാലും ജൂൺ 1-ന് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ വാരണാസിയും ആണ് ഏറ്റവും VVIP മണ്ഡലം എന്ന് പറയാവുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഇത്തവണ 5 ലക്ഷം കടത്താൻ വേണ്ടി, ഭൂരിപക്ഷം 5 ലക്ഷം കടത്താൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ വാരണാസിയിൽ നടക്കുന്നത്. അവിടെയും വോട്ടെടുപ്പ് ജൂൺ 1-നാണ്. കഴിഞ്ഞ ദിവസം വലിയ ആത്മവിശ്വാസം ഇന്ത്യ മുന്നണി പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ഇന്നലെ അങ്ങനെയല്ല. അതിന് മറുപടി എന്നോണം തന്നെ NDAയും അങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നു. ജൂൺ 9-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ എന്നതിന് ഏകദേശ ധാരണയായിരിക്കുന്നു. അനൌദ്യോഗികമായ വിവരങ്ങൾ പുറത്തുവിടുന്നു. പ്രസാദ് ഭാരതിയുടെ CEO തന്നെ ഇക്കാര്യത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്ന് ഔദ്യോഗികമായി തന്നെ പറയുന്നു. പക്ഷേ PMOയിൽ നിന്ന് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ PMOയിൽ നിന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും കർത്തവ്യ പഥിലാണ് ഇത്തവണ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നതെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കർത്തവ്യ പഥ് എന്ന് പറയുന്നത് നേരത്തെ രാജ്പഥാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡൊക്കെ നടക്കുന്ന റെയ്സിന കുന്നിൽ നിന്ന് ഇന്ത്യ ഗേറ്റ് വഴി നീടുന്ന ഇന്ത്യയിലെ 1-ാം നമ്പർ റോഡ്, അവിടെ വെച്ചാണ് ഇത്തവണ സത്യപ്രതിജ്ഞ നടക്കുന്നതെന്നും പ്രധാനമന്ത്രിയുടെ മാത്രം സത്യപ്രതിജ്ഞയായിരിക്കും ജൂൺ 9-ന് നടക്കുന്നതെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ഇറ്റലിയിൽ നടക്കുന്ന G20 ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. G20 യോഗം 13-14 തീയതികളിലാണ് ഇറ്റലിയിൽ നടക്കുന്നത്. G7 യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അത് 13-14 തീയതികളിൽ ഇറ്റലിയിൽ വെച്ചാണ് നടക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി മടങ്ങി വന്ന ശേഷമായിരിക്കും പിന്നീട് മന്ത്രിസഭാംഗങ്ങളുടെ അടക്കം സത്യപ്രതിജ്ഞ എന്നതുകൂടി ഉള്ള വിവരങ്ങളും പുറത്തു വരുന്നു. എന്തായാലും ഇന്ത്യ മുന്നണി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതുപോലെ തന്നെ അതിനേക്കാൾ ഒരു പടി കൂടി കടന്നുള്ള ആത്മവിശ്വാസ പ്രകടനമാണ് NDAയും BJPയും നടത്തിയിരിക്കുന്നത്. അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അടുത്ത സർക്കാർ രൂപീകരണത്തിനുള്ള എന്നാണ് സത്യപ്രതിജ്ഞ എന്നടക്കം പ്രഖ്യാപിക്കുന്നത്. ഇതുവഴി രാജ്യത്തിന് ഒരു സന്ദേശം നൽകാൻ കൂടി, രാഷ്ട്രീയ സന്ദേശം നൽകാൻ കൂടിയാണ് NDA പ്രധാനമായും ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഭരണം വരുന്നത് NDA ഭരണം തന്നെയാണ്, മോദി തന്നെയാണ് പ്രധാനമന്ത്രി എന്നത് ആ
ആവർത്തിച്ച് ഉറപ്പിക്കുക, അത് തെരഞ്ഞെടുപ്പിലേക്ക് പ്രതിഫലിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇത്തരം ഒരു തീരുമാനങ്ങൾ പുറത്തുവിടുന്നത് വഴിയുണ്ട്. എന്തായാലും അത്തരം ഒരു നീക്കത്തിലാണ് ഇപ്പോൾ NDA നിൽക്കുന്നത്. മറിച്ച് ഇന്ത്യ മുന്നണിയും കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരുന്നു, ജൂൺ 4 കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും തൊഴിൽ രഹിതരാവും എന്നതുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. ആ തരത്തിൽ അവരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കാണ് ഇന്ത്യ എന്ന മഹാരാജ്യം നീങ്ങുന്നത്. റൈറ്റ്. ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത് നാഷണൽ ഡെസ്കിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ പ്രധാനമന്ത്രി പദവിയുടെ അന്തസ്സ് കളഞ്ഞുകുളിക്കുകയാണെന്ന് മൻമോഹൻ സിംഗ് കുറ്റപ്പെടുത്തി. ചില സമുദായങ്ങളെ മാത്രം മോദി ലക്ഷ്യവെക്കുന്നു, ചില സമുദായങ്ങളെ ഒറ്റപ്പെടുത്തുന്നു. ജൂൺ 1 നടക്കുന്ന അവസാനഘട്ട വോട്ടെടുപ്പിന് ഒരുങ്ങുന്ന പഞ്ചാബിലെ ജനങ്ങൾക്കുള്ള കത്തിലായിരുന്നു മൻമോഹൻ സിംഗിന്റെ ഈ ആരോപണങ്ങൾ. നരേന്ദ്രമോദി കന്യാകുമാരിയിൽ 2 ദിവസം ധ്യാനിക്കും. ജൂൺ 4 മുതൽ അമിത്ഷായ്ക്കും മോദിക്കും പണി ഉണ്ടാകില്ലെന്ന് ഖാർഗെ. നടന്നുകൂടായികയൊന്നുമില്ല, മാറിയ കാലമാണ്, നടന്നുകൂടായികയില്ല. ഇന്ത്യയെ ഇത്തവണ വരാനുള്ള സാധ്യത കുറവാണ്. കഴിഞ്ഞ തവണത്തേലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അതിനല്ലാതെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത്തവണ ഇന്ത്യ വരില്ല, ഉറപ്പ്. ബെറ്റുണ്ടോ? ബെറ്റുണ്ട്. എന്തായാലും അല്ല, അപർണ എന്തായാലും 4-ാം തീയതി അല്ല, അപർണ എന്തായാലും 4-ാം തീയതി തട്ടേ കയറാൻ പോവാണ് അല്ലേ? അപ്പൊ അല്ലല്ല, ബെറ്റ് ആവുകയാണെങ്കിൽ ആ തട്ടയിൽ വെച്ച് എന്ത് ചെയ്യുന്നു പറയാം. ബെറ്റ് ആവുകയാണെങ്കിൽ ഞാൻ കാവി വസ്ത്രം വെച്ച് രുദ്രാക്ഷം ഇട്ട് ഞാൻ ആവശ്യമില്ലാത്ത പണി മേടിച്ചു വെക്കില്ല, ആവശ്യമില്ലാത്ത പണി മേടിച്ചു വെക്കില്ലേ. ധൈര്യം ഉണ്ടെങ്കിൽ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. എനിക്കെന്താ, എനിക്ക് വേണം മീശയില്ലാതെ, അല്ല മീശ പഠിച്ച് വാർത്ത വായിക്കാത്ത വേണമെങ്കിൽ എനിക്ക് പറയാം. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തൊപ്പി വെച്ച് വേണം വാർത്ത വായിക്കാൻ, വേണോ? തൊപ്പി വെച്ച് വാർത്ത വായിക്കാം, ഒരു സംശയവും ഇല്ല. ഇതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. കാവി ഡ്രസ് ഇട്ട് വായിക്കും. തൊപ്പി തൊപ്പി സംസ്ഥാനത്ത് കാലവർഷമെത്തി. ജൂൺ 3 വരെ വ്യാപകമായി മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തീവ്ര മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ദുരിതമൊഴിയുന്നില്ല എന്നുള്ളതാണ്. ചേർത്തല പള്ളിപ്പുറത്ത് വെള്ളക്കെട്ടിൽ വീണ ഗൃഹനാഥൻ മരിച്ചു. ഇടത്തട്ടിൽ അശോകനാണ് മരിച്ചത്. കൊല്ലം മുഖത്തല കണിയാന്തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. മുഖത്തല സ്വദേശി മുഹമ്മദ് നൂഹാണ് ഇത്തരത്തിൽ മരിച്ചത്. മുണ്ടക്കയത്ത് മണിമലയാറ്റിൽ കഴിഞ്ഞ ദിവസം കാണാതായ ആളിൻ്റെ മൃതദേഹം കണ്ടെത്തി. കളപ്പുരയ്ക്കൽ തിലകന്റെ മൃതദേഹമാണ് കാഞ്ഞിരപ്പള്ളി ചേനപ്പാടി ഇടയാറ്റുകാവ് കടവിൽ കണ്ടെത്തിയത്. കൊട്ടാരക്കര പെരുങ്കുളത്ത് ഉറങ്ങിക്കിടന്നിരുന്ന കുടുംബത്തിന്റെ മുകളിലേക്ക് വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് അപകടമുണ്ടായി. 3 പേർക്ക് പരിക്കേറ്റു. വൃദ്ധമാതാവായിട്ടുള്ള തങ്കമണി, പേരക്കുട്ടികളായിട്ടുള്ള ശ്രീനാഥ്, ശ്രീഹരി എന്നിവർക്കാണ് പരിക്കേറ്റത്. 11 ജില്ലകളിൽ ആണ് നിലവിൽ യെല്ലോ അലർട്ട്. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ 7 പേർക്ക് ഇടിമിന്നലേറ്റു. പരിക്കേറ്റവരെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരമാണ്. കടൽ വെള്ളം ശേഖരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നവരാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ടെറസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ KCBയുടെ ഹൈടെൻഷൻ പവർ ലൈനിൽ നിന്നും ഗുരുതരമായി പൊള്ളലേറ്റ 12-കാരൻ മാലിക് റംസാൻ മരിച്ചു. കോഴിക്കോട് മാണിയമ്പലം പള്ളി ക്വാർട്ടേഴ്സിൽ താമസക്കാരായിട്ടുള്ള ഇ.ടി. മുബാസിന്റെ മകനാണ് മാലിക്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അപകടമുണ്ടായത്. വയറുകൊണ്ട് കളിക്കുന്നതിനിടെയാണ് ടെറസിന് തൊട്ടുമുകളിലൂടെ പോയിക്കൊണ്ടിരുന്ന ഹൈ പവർ ടെൻഷൻ കമ്പിയിൽ നിന്ന് ഷോക്ക് ഏൽക്കുന്നത്. കൊച്ചിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് മന്ത്രി P. രാജീവ്. ശാശ്വത പരിഹാരത്തിന് ബൃഹത്തായിട്ടുള്ള പദ്ധതി ഒരുക്കും. ഓപ്പറേഷൻ വാഹനിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇടപ്പള്ളിയിലെ തോട് ശുചീകരണം 2 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കും. പരിഹാരം കാണാൻ ജനങ്ങളും പങ്കാളികളാകണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. കൊടും ചൂടിൽ വെന്തുരുകുകയാണ് ഉത്തരേന്ത്യ. ഡൽഹിയിൽ ചൂട് കടുത്തതോടെ 2 ദിവസം കൂടെ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ആളുകൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. ജലക്ഷാമം പരിഹരിക്കാനും ഡൽഹി സർക്കാർ കർശന നടപടി തുടങ്ങി. വെള്ളം പാഴാക്കിയാൽ 2000 രൂപ പിഴ ചുമത്തും. ഡൽഹിക്ക് പുറമെ രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, UP എന്നീ സംസ്ഥാനങ്ങളിലും കനത്ത ചൂട് തുടരുകയാണ്. ബീഹാറിൽ ജൂൺ 8 വരെ സ്കൂളുകൾക്ക് അവധി നൽകി. ജമ്മു കാശ്മീരിൽ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് ഉണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 21ആയി. 60-ലധികം പേർക്കാണ് പരിക്കേറ്റത്. അഖ്നൂർ മേഖലയിൽ ജമ്മു പുഞ്ച് ഹൈവേയിലായിരുന്നു അപകടം. പരിക്കേറ്റവരെ അഖ്നൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ നിന്നുള്ള ആളുകളാണ് ബസ്സിലുള്ളത്.
NSU ദേശീയ നേതാവ് ആന്ധ്രയിൽ കൊല്ലപ്പെട്ടു. NSU ദേശീയ ജനറൽ സെക്രട്ടറി രാജ് സമ്പത്ത് കുമാറാണ് മരിച്ചത്. ആന്ധ്രയിലെ ധർമാവരത്തിനടുത്ത് ഒരു തടാകത്തിന്റെ കരയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ദേഹമാസകലം പരുക്കേറ്റ നിലയിലാണ്. കൊലപാതകമാണെന്നാണ് പ്രാഥമിക നിഗമനം. കൂടുതൽ ദേശീയ വാർത്തകളുമായി ഐഷത്തുൽ ഷംന. നമസ്കാരം. ഒഡീഷയിൽ പുരി ജഗന്നാഥ ആഘോഷങ്ങൾക്കിടെ പടക്കം പൊട്ടിത്തെറിച്ച് 15 പേർക്ക് പരിക്ക്. നരേന്ദ്ര പുഷ്കർണി ദേവി ഹട്ടിലാണ് അപകടമുണ്ടായത്. പൊള്ളലേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചിലരുടെ ആരോഗ്യനില ഗുരുതരമാണ്. യമുന നദീ തടത്തിൽ അനധികൃതമായി നിർമ്മിച്ച ശിവക്ഷേത്രം നീക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി. ക്ഷേത്രം പൊളിച്ചു നീക്കാനുള്ള വികസന അതോറിറ്റിയുടെ ഉത്തരവിനെതിരെ പ്രാചീന ശിവമന്ദിർ അഖാഡ സമിതിയാണ് കോടതിയെ സമീപിച്ചത്. ക്ഷേത്രം പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നോ പരാതിക്കാരുടെ സ്വകാര്യ സ്വത്താണെന്നോ തെളിയിക്കുന്നതിനുള്ള ആധികാരിക രേഖകളില്ലെന്നും കോടതി പറഞ്ഞു. ക്ഷേത്രം പൊളിച്ചു നീക്കി ആരാധനാമൂർത്തിയെ ഉൾപ്പെടെ മറ്റൊരിടത്തേക്ക് മാറ്റാൻ 15 ദിവസത്തെ സമയം കോടതി അനുവദിച്ചു. ബംഗളൂരുവിൽ 9ാം ക്ലാസ്സുകാരിയുടെ ചിത്രം മോർഫ് ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച കേസിൽ 3 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. സഹപാഠികളായ 2 9ാം ക്ലാസ് വിദ്യാർത്ഥികളെയും മറ്റൊരു വിദ്യാർത്ഥിയെയുമാണ് അറസ്റ്റ് ചെയ്തത്. പോക്സോ കേസ് ചുമത്തിയ ഇവരെ ജുവനൈൽ ഹോമിന് കൈമാറി. ലോകത്തെ ഏറ്റവും രുചികരമായ ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട് ഇന്ത്യൻ നഗരവും. മുംബൈയാണ് പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം. വടപ്പാവാണ് മുംബൈയിൽ നിന്നും ഉറപ്പായും കഴിച്ചിരിക്കേണ്ട ഭക്ഷണം. ടൈംസ് ഔട്ട് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച പട്ടികയിലാണ് ഇന്ത്യൻ നഗരവും ഉൾപ്പെട്ടത്. ഇറ്റാലിയൻ നഗരമായ നേപ്പിൾസ് ആണ് പട്ടികയിൽ 1ാമത്. ദേശീയ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെയും പ്രശസ്ത നർത്തകി രാധിക മെർച്ചന്റിന്റെയും വിവാഹം ജൂലൈ 12 നടക്കും. മുംബൈ BKCയിലെ ജിയോ വേൾഡ് സെന്ററിലായിരിക്കും വിവാഹം. പരമ്പരാഗത ഹിന്ദു ആചാരപ്രകാരമായിരിക്കും വിവാഹം നടക്കുക. 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് വിവാഹ ചടങ്ങുകൾ. വിവാഹത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുകൾ അതിഥികൾക്ക് അയച്ചു. 12 നടക്കുന്ന ശുഭ വിവാഹ ചടങ്ങിന് ശേഷം 13 ശുഭ ആശീർവാദും 14 മംഗലുത്സവവും നടക്കും. പ്രീ വെഡിംഗ് ചടങ്ങുകളിലേതിന് സമാനമായി വിവാഹ ചടങ്ങിലും അതിഥികൾക്ക് പ്രത്യേക ഡ്രസ് കോഡുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ലോകവാർത്തകളുമായി കൃഷ്ണേന്ദു ചേരും. നമസ്കാരം. ലോകവാർത്തകളിലേക്ക് സ്വാഗതം. ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഈ മാസം ആദ്യം ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റൈസിക്ക് പകരക്കാരനായി ജൂൺ 28 നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇറാൻ 5 ദിവസത്തെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. മെയ് 19 ഹെലികോപ്റ്റർ അപകടവും തെഹ്റാനും യുണൈറ്റഡ് സ്റ്റേറ്റ്സും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളും 2022 മേസ അമ്നിയുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും രാജ്യത്തുടനീളം വ്യാപിച്ച സാഹചര്യത്തിലാണ് ഇറാൻ തിരഞ്ഞെടുപ്പ് വരുന്നത്. 5 ദിവസത്തെ കാലയളവിൽ 40നും 75നും ഇടയിൽ പ്രായമുള്ള കുറഞ്ഞത് ഒരു മാസ്റ്റർ ബിരുദവുമുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനാകും. സ്ഥാനാർത്ഥികൾ ഇറാനിലെ 12 അംഗ ഗാർഡിയൻ കൗൺസിലിന്റെ അംഗീകാരം നേടിയിരിക്കണം. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച അഗ്നിബാൻ സബ് ഓർബിറ്റൽ ടെക് ഡെമോൺസ്ട്രേറ്റർ റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ചു. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ ആദ്യ പരീക്ഷണമാണിത്. രാവിലെ 7:15 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിലെ വിക്ഷേപണ തറയിൽ നടത്തിയ വിക്ഷേപണം വിജയിച്ചതായി ISRO Xൽ അറിയിച്ചു. ബെയ്ജിംഗിൽ അറബ് നേതാക്കളുമായുള്ള ഉച്ചകോടിയിൽ കൂടുതൽ ഗസ സഹായവും വ്യാപാര ചർച്ചകളും വാഗ്ദാനം ചെയ്ത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്. ഒപ്പം സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള ആഹ്വാനങ്ങൾ ആവർത്തിക്കുകയും ഗസയിലെ ജനങ്ങൾക്ക് കൂടുതൽ മാനുഷിക സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. യുദ്ധത്തെ അഭിസംബോധന ചെയ്യുന്നതിന് പുറമെ വ്യാപാരം, ഊർജം, ബഹിരാകാശ പര്യവേക്ഷണം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാനും ഷീ അറബ് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. ഈജിപ്ത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബഹ്റൈൻ, ട്യൂണീഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള രാഷ്ട്രതലവന്മാർ പങ്കെടുത്ത ഉച്ചകോടി ചൈനയുടെ വിപുലീകരിക്കുന്ന വ്യാപാര ബന്ധങ്ങളിലും ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. മനുഷ്യവിസർജ്ജമടക്കമുള്ള മാലിന്യങ്ങളുമായി ബലൂണുകൾ. ദക്ഷിണ കൊറിയയ്ക്ക് മുന്നറിയിപ്പുമായി ഉത്തര കൊറിയ. ദക്ഷിണ കൊറിയയോടുള്ള അതൃപ്തി പ്രകടിപ്പിക്കാൻ ബലൂണുകളിൽ ഘടിപ്പിച്ച പ്ലാസ്റ്റിക് കവറുകളിൽ മനുഷ്യവിസർജ്ജമടക്കമുള്ള വിവിധ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് ഉത്തര കൊറിയ. 90ഓളം ബലൂണുകളാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. അന്തരീക്ഷത്തിൽ കൂടുതൽ ബലൂണുകൾ ഉള്ളതായും റിപ്പോർട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ദക്ഷിണ കൊറിയൻ നിവാസികൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദക്ഷിണ കൊറിയയിലെ ആക്ടിവിസ്റ്റുകൾ പ്രദേശങ്ങളിൽ ലഘുലേഖകളും മറ്റ് മാലിന്യങ്ങളും ഇടയ്ക്കിടെ വിതറുന്നതിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഉത്തര കൊറിയ പറഞ്ഞതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് സംഭവം.
അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണിതെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യം നടപടിയെ അപലപിച്ചു. ലോകവാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. UK-യിൽ മലയാളി പെൺകുട്ടിക്ക് വെടിയേറ്റു. കൊച്ചി ഗോതുരുത്ത് സ്വദേശിയായിട്ടുള്ള വിനയ അജീഷ് ദമ്പതികളുടെ മകൾ ലിസേൽ മരിയയ്ക്കാണ് വെടിയേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി ബൈക്കിലെത്തിയ ആളാണ് വെടിവെച്ചത്. 10 വയസ്സുകാരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ബുധനാഴ്ച രാത്രി 9:20 വടക്ക് കിഴക്കൻ ലണ്ടനിലെ ഡാൾട്ടൺ കിങ്സ്ലാൻഡ് ഹൈസ്ട്രീറ്റിലെ ഒരു റെസ്റ്റോറന്റിന് സമീപം ബൈക്കിലെത്തിയയാൾ വെടിവെപ്പ് നടത്തിയത്. അപ്രതീക്ഷിത ആക്രമണത്തിൽ കൊച്ചി ഗോതുരുത്ത് സ്വദേശിയായ വിനീത അജീഷ് ദമ്പതികളുടെ മകൾ ലിസൽ മരിയ ഉൾപ്പെടെ 4 പേർക്ക് വെടിയേറ്റു. വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ 10 വയസ്സുള്ള മലയാളി പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവസ്ഥലത്ത് ഉടനടി പോലീസ് എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ പിടികൂടാനായില്ല. തോക്ക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ലണ്ടൻ ആംബുലൻസ് സർവീസുകാരും സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു. പെൺകുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. വെടിയേറ്റ മറ്റുള്ളവരുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സംഭവത്തിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് വിവരം. വെടിവെപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന സാക്ഷികൾ പോലീസുമായി ബന്ധപ്പെടണമെന്ന് അറിയിപ്പുണ്ട്. കൊച്ചിയിൽ നിന്ന് 2 വർഷം മുൻപാണ് അജീഷും കുടുംബവും UK-യിലേക്ക് കുടിയേറിയത്. ന്യൂസ് 18 കൊച്ചി. സ്വർണ്ണക്കടത്തിൽ പിടിയിലായ ശശി തരൂരിന്റെ മുൻ PA ശിവകുമാറിനെ വിട്ടയച്ചു. ചോദ്യം ചെയ്ത ശേഷമാണ് ശിവകുമാറിനെ കസ്റ്റംസ് വിട്ടയച്ചത്. സ്വർണം കൊണ്ടുവന്ന UP സ്വദേശിക്കെതിരെ മാത്രം കേസെടുത്തു. ആവശ്യമെങ്കിൽ ശിവകുമാറിനെ വീണ്ടും വിളിപ്പിക്കും. സ്വർണം കടത്തിയ എയർ ഹോസ്റ്റസ് കണ്ണൂർ വിമാനത്താവളത്തിൽ പിടിയിലായി. മസ്കറ്റിൽ നിന്നെത്തിയ വിമാനത്തിലെ എയർ ഹോസ്റ്റസ് കൊൽക്കത്ത സ്വദേശി സുരഭി ഖാത്തൂനിയാണ് DRI പിടികൂടിയത്. ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ 1 കിലോയോളം സ്വർണ്ണമാണ് പിടികൂടിയത്. 4 ക്യാപ്സൂളുകളാണ് ശരീരത്തിന്റെ പിൻഭാഗത്ത് ഒളിപ്പിച്ചതെന്ന് DRI അറിയിച്ചു. മാസപ്പടി കേസിൽ SFIO അന്വേഷണത്തിനെതിരായിട്ടുള്ള KSIDCയുടെ ഹർജിയിൽ ഹൈക്കോടതി വിശദമായി വാദം കേൾക്കും. ഹർജിയിൽ അധിക സത്യവാങ്മൂലം നൽകാനുണ്ടെന്ന് SFIO കോടതി അറിയിച്ചു. കേസിൽ SFIO അന്വേഷണം വേണമെന്ന ഷോൺ ജോർജിന്റെ ഹർജി തീർപ്പാക്കി. ദുബായിലെ എക്സാലോജി കമ്പനിയും വീണയുടെ കമ്പനിയും വ്യത്യസ്തമെന്ന് തോമസ് ഐസക്. മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള ആ കമ്പനിക്ക് രാഷ്ട്രീയ ബന്ധമില്ല. ഷോൺ ജോർജ് മെനഞ്ഞത് കള്ളക്കഥയാണെന്നും വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണെന്നും മസാല ബോണ്ടുമായി ബന്ധപ്പെടുത്തിയ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും തോമസ് ഐസക് പറഞ്ഞു. സർക്കാർ ഭൂമി കയ്യേറി ദേവാലയങ്ങൾ പണിയുന്നത് തടയണമെന്ന് ഹൈക്കോടതി. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ സ്ഥലത്ത് അനധികൃതമായി നിർമ്മിച്ച ആരാധനാലയങ്ങൾ 6 മാസത്തിനുള്ളിൽ പൊളിച്ചു മാറ്റണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പ്ലാന്റേഷൻ കോർപ്പറേഷനാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ സഹായം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. കൊച്ചി മൂന്നാർ ദേശീയപാത 85ന്റെ വീതി കൂട്ടാൻ ഹൈക്കോടതിയുടെ അനുമതി. വനമേഖലയിലെ പാതാ നിർമ്മാണം തടയരുതെന്ന് വനം വകുപ്പിന് നിർദ്ദേശം നൽകി. നേര്യമംഗലം വാളറ ദേശീയപാത നിർമ്മാണം തടയരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. 100 അടി വീതിയിൽ 14.5 കിലോമീറ്ററിന്റെ ഉടമസ്ഥാവകാശം PWDക്കുണ്ട്. വനമേഖലയിലെ നിർദ്ദിഷ്ട ഭൂമി വനം വകുപ്പിന്റേതല്ലെന്നും ദേശീയപാത അതോറിറ്റിക്ക് പാത നിർമ്മിക്കാൻ കഴിയുമെന്നും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. AKG സെന്റർ ആക്രമണ കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെ പ്രതികളാക്കി കുറ്റപത്രം. KPCC ഓഫീസിന് നേരെയുണ്ടായ DYFI പ്രതിഷേധത്തിന്റെ വൈരാഗ്യത്തിലാണ് AKG സെന്ററിന് നേർക്ക് ബോംബെറിഞ്ഞത് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ആക്രമണത്തിന് നിർദ്ദേശം നൽകിയ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി സുഹേൽ ഷാജഹാൻ ഉൾപ്പെടെ 2 പ്രതികളെ പിടികൂടാതെയാണ് കുറ്റപത്രം. കോട്ടയം പായിപ്പാട് എട്ട്യാകരി പാടശേഖരത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. പഞ്ചായത്തിലെ 1-ാം വാർഡിൽ പുത്തൻപുരയിൽ യോസഫ് മാത്യു എന്ന ആൾ വളർത്തിയ താറാവുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് നടപ്പിലാക്കുന്ന പരാതി പരിഹാര സമ്പർക്ക പദ്ധതിയായിട്ടുള്ള കരുതലിന്റെ 2ാം ഘട്ടം നെല്ലിയാമ്പതി കൂനമ്പാറാവൂരിൽ നടന്നു. പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V. റോബോട്ടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആദിവാസി ഊരിലെ 120ഓളം പേർ പങ്കെടുത്തു. നെല്ലിയാമ്പതി മേഖലയിൽ പരിശോധനകൾ ശക്തിപ്പെടുത്തുന്നതിനും ലഹരി വർജന ബോധവൽക്കരണ പരിപാടികൾ കൂടുതൽ ഊരുകളിലേക്കും ലയങ്ങളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും എത്തിക്കുന്നതിനുമുള്ള പരിപാടികൾ ഊർജിതമാക്കി. ഡിസ്നി സ്റ്റാർ ഇന്ത്യ 1.8 കോടി രൂപ ഡിഫറൻറ്റ് ആർട്ട് സെന്ററിന് നൽകും. ഡിഫറൻറ്റ് ആർട്ട് സെന്ററിന്റെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് തുക നൽകുന്നത്. ഡിസ്നി സ്റ്റാർ ഇന്ത്യ പ്രസിഡന്റും കൺട്രി ഹെഡുമായിട്ടുള്ള K. മാധവനും
ഡിസ്നി സ്റ്റാർ ഇന്ത്യയുടെ മറ്റ് പ്രതിനിധികളും DACയിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത്. DAC എക്സിക്യൂട്ടീവ് ഡയറക്ടറും പ്രശസ്ത മജീഷ്യനുമായിട്ടുള്ള ഗോപിനാഥ് മുതുകാട് K. മാധവനെ സ്വീകരിച്ചു. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6650, പവന് 53,200. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5540, പവന് 44,320. വെള്ളി ഗ്രാമിന് 100, കിലോയ്ക്ക് 1,00,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.